Hello friends, welcome to my channel. Rubik's Cube Solving'ന്റെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ റുബിക്സ് ക്യൂബിൻ്റെ ഡിഫറെൻറ്റ് ഫേസസിനെ കുറിച്ചും ലെയേഴ്സിനെ കുറിച്ചും അതിൻ്റെ ഡിഫറെൻറ്റ് പീസസിനെ കുറിച്ചും മനസ്സിലാക്കി. അതേപോലെ റുബിക്സ് ക്യൂബിൻ്റെ മൂവ്മെൻറ്റ്സിന് കൊടുക്കുന്ന ഷോർട്ട് കീസ് എന്തൊക്കെയാണെന്നും നമ്മൾ മനസ്സിലാക്കി. ക്യൂബ് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി സോൾവ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും വൈറ്റ് പീസ് അപ്പർ ലെയറായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് എപ്പോഴും ക്യൂബ് സോൾവ് ചെയ്യാറ്. അപ്പം ഞാൻ ഈ വൈറ്റ് മുകളിൽ വെച്ച് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ടോപ്പ് ലെയർ മാത്രമാണ് ഫസ്റ്റ് സ്റ്റേജിൽ സോൾവ് ചെയ്യുക. ഈ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ 2 സ്റ്റെപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ജസ്റ്റ് ഒരു വൈറ്റ് പ്ലസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ വൈറ്റ് പ്ലസ് ആയിരിക്കും ആദ്യം ക്രിയേറ്റ് ചെയ്യുക. ഇത് ചെയ്തതിന് ശേഷമാണ് 4 കോർണർ പീസ് കറക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പ്ലസ് ഫോർമേഷൻ ചെയ്യണമെങ്കിൽ ഈ 4 എഡ്ജ് സ്റ്റൈലാണ് ആദ്യം നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എഡ്ജ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സപ്പോസ് ഈ എഡ്ജാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വൈറ്റും ഇവിടെ ഗ്രീനുമാണല്ലോ, സെൻറ്റർ പീസസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇത് വൈറ്റും ഇത് ഗ്രീനും ആയതുകൊണ്ട് ഈ എഡ്ജ് പീസിൽ ഇവിടെ വൈറ്റ് കളറായിരിക്കണം, ഇവിടെ ഗ്രീൻ കളറായിരിക്കണം. അതേപോലെ ഇവിടെ മേളിൽ വൈറ്റും ഇവിടെ റെഡും ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് റെഡായിട്ട് കിട്ടും, ഇത് രണ്ടും വൈറ്റ് ആയിട്ട് കിട്ടും. ഇവിടെ ഇത് ബ്ലൂ ആയിരിക്കണം, ഇത് വൈറ്റ് ആയിരിക്കണം. ഇവിടെ ബ്ലൂവും വൈറ്റുമാണ് വേണ്ടത്. ഈ കേസിൽ ഓറഞ്ചും വൈറ്റുമാണ് വേണ്ടത്. അപ്പം നമുക്ക് ആദ്യം എഡ്ജ് പീസസ് റെഡിയാക്കിയെടുക്കാം. ഞാൻ ഈ സൈഡാണ് ആദ്യം റെഡിയാക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയാം എനിക്ക് വേണ്ട എഡ്ജ് പീസിൻ്റെ ഒരു സൈഡ് വൈറ്റ് ആയിരിക്കും, ഒരു സൈഡ് റെഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു എഡ്ജ് പീസ് നമ്മൾ ആദ്യം ഈ ക്യൂബിൽ സെർച്ച് ചെയ്യാം. ഈ റെഫറൻസ് വിടാതിരിക്കാൻ വേണ്ടി ക്യൂബിനെ എപ്പോഴും ഇങ്ങനെ വൈറ്റിലേക്ക് ഒരു വിരൽ വെച്ച് പിടിക്കാം. അപ്പം നമ്മൾ നോക്കുമ്പം ഇതാ ഇവിടെ കിടക്കുന്നു അത്. ഓക്കെ, അപ്പോൾ ഇത് റെഡാണ്, ഇത് വൈറ്റാണ്. അപ്പോൾ ഈ ഒരു എഡ്ജ് പീസാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഈ എഡ്ജ് പീസ് എനിക്ക് ഈ ഫേസിലോട്ടേക്ക് കൊണ്ടുവരണം. അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഒരു ഡി മൂവ്മെൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എനിക്ക് ഒന്നിച്ച് കിട്ടി. ഇനി എന്താ വേണ്ടത്? ഈ വൈറ്റ് മുകളിലേക്ക് കൊണ്ടുവരണം. അപ്പം ഞാൻ എന്താ ചെയ്യുക? നമ്മൾ 2 ടൈംസ് റൈറ്റ് ഫേസ് തിരിക്കണം. അപ്പോൾ 1 2. അപ്പം ഞാൻ എന്താ ചെയ്ത് DR2 ചെയ്തപ്പം എനിക്കിതാ ഇത് റെഡിയായി, ഈ ഫേസ് റെഡിയായി കിട്ടി. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഈ ഭാഗത്തോട്ടേക്ക് വരാം. അപ്പോൾ ഇവിടെ എന്താ വരേണ്ടത്? ഇവിടെ ടോപ്പിൽ വൈറ്റും സൈഡിൽ ബ്ലൂ ആണ് വരേണ്ടത്. അപ്പം നമ്മൾ ഈ ഒരു എഡ്ജ് പീസ് എവിടെയാണെന്നൊന്ന് സെർച്ച് ചെയ്തെടുക്കാം. ഇതാ ഇവിടെയാണ്, മിഡിൽ ലെയറിലാണ് ഇതുള്ളത്. അപ്പം ഞാൻ ആദ്യം ഒന്ന് ഇതിനെ ബോട്ടമിലേക്ക് കൊണ്ടുവരട്ടെ. അപ്പോൾ ഒന്ന് ബോട്ടത്തിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഈ ബ്ലൂവിനെ ബ്ലൂ സെൻറ്റർ എവിടെയാണോ അങ്ങോട്ടേക്ക് നമ്മൾ മാച്ച് ചെയ്തെടുക്കാം. മാച്ചായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നു. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത അതേ മൂവ് 2 തവണ R. ഓക്കെ, അപ്പോൾ ഇതും റെഡും ശരിയായി, ബ്ലൂവും ശരിയായി. ഇനി അടുത്തത് നമ്മൾ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ഇവിടെ ഓറഞ്ചാണ്, ഓറഞ്ചും വൈറ്റും. അപ്പം നമുക്ക് വേണ്ട എഡ്ജ് പീസ് എന്താ? വൈറ്റ് ആൻഡ് ഓറഞ്ച്. അപ്പോൾ എവിടെ വൈറ്റ് ആൻഡ് ഓറഞ്ച്? ഇതാ ഇവിടെ കിടക്കുന്നു വൈറ്റ് ആൻഡ് ഓറഞ്ച്. അപ്പോൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഓറഞ്ചിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഇത് വീണ്ടും 2 ടൈംസ് തിരിച്ചപ്പം എനിക്ക് 3 ക്ലിയറായി. ഓക്കെ, ഇനി അടുത്തത് ഗ്രീൻ ആൻഡ് വൈറ്റ്. അപ്പോൾ ഗ്രീൻ ആൻഡ് വൈറ്റ് ഇത് എവിടെ കിടക്കുന്നു? ഓക്കെ, ഈ ടൈല് ഞാൻ താഴേക്ക് കൊണ്ടുവരുമ്പോൾ എൻ്റെ വൈറ്റ് ആൻഡ് ഓറഞ്ച് എഡ്ജ് ടൈല് അവിടെ പൊസിഷൻ മാറും. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ ആദ്യം ഒറ്റ തവണ തിരിച്ചു. അപ്പം ഇത് ഗ്രീൻ താഴെ വന്നു. എന്നിട്ട് ഈ ഗ്രീനിൻ്റെ പൊസിഷൻ ഇങ്ങോട്ട് മാറ്റി വെക്കുന്നു. ആൻഡ് ഈ ഓറഞ്ച് ടൈൽ വീണ്ടും മുകളിലേക്ക് തന്നെ എടുക്കണം. അപ്പം എന്തായി? എൻ്റെ ഗ്രീൻ ആൻഡ് വൈറ്റ് ടൈൽ ഇവിടെ റിലീസായി. ഓക്കെ, ഇനി എന്താ വേണ്ടേ? ഇത് റിലീസ് ചെയ്തു. ഇനി റിലീസ് ചെയ്തിട്ട് ഐ ഹാവ് ടു ബ്രിങ് ഇറ്റ് ബാക്ക് ടു വെയർ ഗ്രീൻ വാസ്. ആൻഡ് ഇതിനെ മുകളിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇത് സോൾവ് ആയി. ഞാൻ ക്യൂബ് ഒന്നും കൂടെ റീമിക്സ് ചെയ്തു.
എന്താണെന്ന് വെച്ചാൽ നേരത്തെ കണ്ട കേസസ് അല്ലാത്ത ഏതെങ്കിലും പൊസിഷനിൽ നമ്മൾ എഡ്ജ് ടൈൽ കിടക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് എഡ്ജ് ടൈൽ കറക്റ്റ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പം ഞാൻ ഗ്രീൻ വെച്ച് തുടങ്ങാം. ഓക്കെ, അപ്പം ഈ ഒരു പീസ് എനിക്ക് ഇവിടെ വൈറ്റും ഇവിടെ ഗ്രീനുമാണ് വേണ്ടത്. ഇതാ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള എഡ്ജ് പീസ് ഇവിടെയാണ് കിടക്കുന്നത്. അപ്പം എനിക്ക് ഈ ഗ്രീന് ഇവിടെ കൊണ്ടുവരണം. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഒരു തവണ ഡി മൂവ് ചെയ്യും. 1 ടേൺ ചെയ്തപ്പം എനിക്കിത് മാച്ചായി കിട്ടി. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഇതിനെ 2 ടൈംസ് R ചെയ്യാം. 1 and 2. അപ്പോൾ എനിക്ക് ഇത് രണ്ടും വൈറ്റും ഇത് രണ്ടും ഗ്രീനുമായി കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കളർ നോക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് വേണ്ടത് വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനുള്ള എഡ്ജ് ടൈലാണ്. അപ്പോൾ അതെവിടെയാണ്? ഇതെവിടെ കിടക്കുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതാണ് വേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ തൽക്കാലം മിഡിൽ ലെയറിലാണ് കിടക്കണേ അല്ലേ? ഒരേ ലൈനിലായതുകൊണ്ട് എനിക്ക് ഇത് മുകളിൽ കൊണ്ടുവരാൻ എളുപ്പമാണ്. ഞാൻ ഒറ്റ തവണ R മൂവ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത് കിട്ടി. ബട്ട് ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് തിരിഞ്ഞു പോയി. റെഡ് മുകളിലും വൈറ്റ് സൈഡിലുമായി. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു അൽഗോരിതം ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കാണാം. ഓക്കെ, നമ്മൾ R ചെയ്തപ്പം എൻ്റെ ടൈൽ ഇവിടെ എത്തി അല്ലേ? അപ്പോൾ ഇത് ഇവിടുന്ന് എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് പിടിച്ചിട്ട് ഞാനൊന്ന് ഡി ബാക്ക് ചെയ്തു. അപ്പോൾ അത് ഈ കോർണറിലെത്തി അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഒന്നുകൂടെ R. ഓക്കെ, ബട്ട് ഈ സെൻറ്റർ പീസ് ഞാൻ ഇത് ഇങ്ങോട്ട് ഡി ബാക്ക് ചെയ്തുകൊണ്ട് ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? രണ്ടും കൂടെ ഒന്നിച്ച് പിടിച്ച് ഡി. അപ്പോൾ ഇത് റെഡിയായി കിട്ടി. ഇതൊട്ട് മാറിയതുമില്ല. ഓക്കെ, നമ്മൾ ഏത് മൂവ് എവിടെയെങ്കിലും ഒരു മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈല് വീണ്ടും ബാക്ക് ഇൻ ഇനീഷ്യൽ പൊസിഷൻ കൊണ്ടുവരാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് വെച്ച അറേഞ്ച്മെൻറ്റ് തെറ്റിപ്പോവും. അപ്പോൾ ഈ ഗ്രീനിൻ്റെ അറേഞ്ച്മെൻറ്റ് തെറ്റാതെ വേണം റെഡിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇവിടെ ചെയ്യാൻ. ഇനി നമ്മൾ അടുത്തത് മൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ ബ്ലൂ ആണ്. അപ്പോൾ എനിക്ക് വേണ്ട ടൈല് വൈറ്റ് ആൻഡ് ബ്ലൂ. അപ്പോൾ വൈറ്റ് ആൻഡ് ബ്ലൂ എവിടെയാണ്? ഇതാ വൈറ്റ് ആൻഡ് ബ്ലൂ ഇവിടെ കിടക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി ബ്ലൂവിൻ്റെ കൂടെ തന്നെ അലൈൻഡ് ആണ്. അപ്പോൾ എന്താ വേണ്ടേ? ഇതിനെ മുകളിലോട്ടേക്ക് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ വീണ്ടും അതേ ഇഷ്യൂ നമ്മൾ നേരത്തെ ഫേസ് ചെയ്ത അതേ ഇഷ്യൂ ഇവിടെ വീണ്ടും റിപ്പീറ്റായി. അപ്പോൾ എന്താ വേണ്ടേ? ഞാനൊന്ന് R D ബാക്ക് R D. അപ്പോൾ അതും സോൾവായി. ഓക്കെ, ഇനി അടുത്തത് എപ്പോഴും ഈ ഒരു വിരൽ ഈ ടോപ്പ് വൈറ്റ് ടൈലിൽ വെക്കാൻ ശ്രദ്ധിക്കണം, സോ ദാറ്റ് നമ്മൾ ഒരു പൊസിഷൻ മാറാതിരിക്കാൻ. ഓക്കെ, ഇനി അടുത്തത് വേണ്ടത് വൈറ്റ് ആൻഡ് ഓറഞ്ച്. ഇതെവിടെ കിടക്കുന്നു? വൈറ്റ് ആൻഡ് ഓറഞ്ച്. ഓക്കെ, അപ്പോൾ അതിനെ ഞാൻ മുകളിൽ കൊണ്ടുവരുന്നു. ആ സെയിം സ്റ്റെപ്പ്. ഓക്കെ, R D ബാക്ക് R D. ഓക്കെ, അപ്പോൾ എൻ്റെ പ്ലസ് ഇവിടെ റെഡിയായി. പ്ലസ് റെഡിയായി. ഇവിടുത്തെ 2 ബ്ലൂ മാച്ച്, 2 ഓറഞ്ച് മാച്ച്, ഗ്രീൻ മാച്ച് ആൻഡ് റെഡ് മാച്ച്. അപ്പോൾ എൻ്റെ ഇനീഷ്യൽ വൈറ്റ് പ്ലസ് റെഡിയായി. ഇനി അടുത്തത് ചെയ്യേണ്ടത് 4 കോർണർ ടൈല് കറക്റ്റ് ചെയ്യാണ് വേണ്ടത്. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം. അതുവരെ നിങ്ങൾ ഈ വൈറ്റ് പ്ലസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.